ഇപ്പം നമ്മൾ ഉള്ളത് വൈക്കം എറണാകുളം റൂട്ടിലൂടെ നമ്മൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹരിപ്പാട് അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ കോട്ടയം റൂട്ടിലേക്ക് കയറി. കോട്ടയം റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ലിങ്ക് റോഡ് വഴി ദളവാക്കുളം ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ കോട്ടയം എറണാകുളം റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് നമ്മുടെ മൊബൈലിന് ഇത്രയും ഒരു തെളിച്ചം കിട്ടുന്നില്ല. നമ്മുടെ രാവിലത്തെ ഇതായതുകൊണ്ടാണ് ഒരു ചെറിയൊരു മഴക്കാറിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവ് തോന്നിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ലിങ്ക് റോഡിലേക്ക് കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ദളവാക്കുളം ബസ് സ്റ്റാൻഡിലേക്കാണ് ചെന്ന് കയറുന്നത്. നേരത്തെ ഇവിടെ പാടശേഖരമൊക്കെ ആയിരുന്നു, ഒരു വികസനമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ കൂടുതലും ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്, കുറേ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ അതുവഴി ലിങ്ക് റോഡ് വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെന്ന് കയറുന്നത് വൈക്കം ദളവാക്കുളം ബസ് സ്റ്റാൻഡിലേക്കാണ്. ദളവാക്കുളം ബസ് സ്റ്റാൻഡിനുള്ള പേര് വീഴാൻ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ദളവ അവിടെ കുറേ പേരൊക്കെ കൊന്ന് ആ കുളത്തിനകത്താണ് താഴ്ത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴല്ല, സ്വാതന്ത്ര്യ സമര കാലത്ത്. അതുകൊണ്ടാണ് ദളവാക്കുളം എന്നത് പേര് വീണത്. ഇപ്പം നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും പാടശേഖരമാണ് ഇവിടെ ഈ ലിങ്ക് റോഡിൻ്റെത്. അത് ഉയർത്തിയാണ് അവിടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദളവാക്കുളത്തുനിന്ന് വൈക്കത്തമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലേക്ക് കയറി അവിടെ നിന്ന് ചെന്ന് നേരെ കാണുന്നതാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് വൈക്കത്ത്. അമ്പലത്തിൽ വരുന്ന ആൾക്കാരാണ് മുഴുവനും. ഞായറാഴ്ച ദിവസം പൊതുവെ വൈക്കത്തമ്പലത്തിൽ നല്ല തിരക്കാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെയും ഭക്തജനങ്ങളെത്തും. ഇപ്പം നമ്മളിതേ അമ്പലം കഴിഞ്ഞ് നേരെ അങ്ങ് ആലപ്പുഴയിലേക്ക് പോകാനുള്ള റൂട്ടിലേക്ക് കയറി. ആലപ്പുഴ റൂട്ടിലേക്ക് കയറിയിട്ടില്ല, കുറച്ചുകൂടി മുന്നോട്ട് ഓടിക്കഴിയുമ്പോൾ തോട്ടകം കൂടി കഴിഞ്ഞാലേ നമ്മൾ ആലപ്പുഴ കുമരകം റൂട്ടിലേക്ക് കയറുകയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരെ നമ്മളപ്പുറം പടിഞ്ഞാറ് നട വഴി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അവിടെ റോഡ് ബ്ലോക്കാണ്. അവിടെ മറ്റേ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുമാണ്. അപ്പം നമ്മളിതാ തോട്ടകത്തേക്ക് ഉള്ള റൂട്ടിലേക്ക് കയറി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വൈക്കത്തെ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ VSM ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മളങ്ങനെ മുന്നോട്ട് യാത്രയിലാണ്. എല്ലാവരും ഉണ്ട്. നമ്മൾ കുടുംബത്തോടൊപ്പമുള്ള ഹരിപ്പാട്ടിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ മുന്നോട്ട് പോയി. രാവിലെ ആയതുകൊണ്ടാണ് റോട്ടിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് പൊതുവെ തിരക്ക് കുറവാണ്. ഞായറാഴ്ച ദിവസം ഈ പൊതുവെ എല്ലാ റോഡുകളിലെല്ലാം ആൾക്കാരെല്ലാം വീടുകളിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഈ സൈഡിലാണ് ഗവൺമെൻറ് ബോയ്സ് ഹൈ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നതാണ് തോട്ടകം പാലം. തോട്ടകം പാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നേരെ കാണുന്നതാണ് നേരത്തെ പാലമാണത്. അത് ചെറിയൊരു പാലമാണ്. അപ്പം അത് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ വണ്ടിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ വേറെ പുതിയ പാലം പണിതു. നേരെ കാണുന്നതാണ് സ്പിൽവേ റോഡ്. ചെമ്മനത്തുകാവ് റോഡാണ്. ഈ
ഇപ്പോൾ നമ്മൾ കയറിയേക്കുന്ന റോഡാണ് ആലപ്പുഴ കുമരകത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഉള്ള റോഡ്. അത് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ചെറിയ കനാലാണ്. ആ കനാൽ വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ കനാൽ. ഇപ്പം ഈ വീഡിയോയിലില്ല, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ജൂൺ സിനിമയൊക്കെ എടുത്തൊരു വീടൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ രണ്ട് സൈഡുകളും വൃക്ഷങ്ങളും എല്ലാം പിടിച്ച് പന്തലിച്ച് നല്ല തണലോടുകൂടി നല്ല സ്ഥലമാണിത്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഈ കാണുന്ന റോട്ടിൽ നിന്നും ഇടത്തേക്ക് പോകുമ്പോഴത്തേക്ക് പുളിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കയറും. അതും വൈക്കത്തുനിന്ന് ഈ റൂട്ടിലേക്ക് വരാനുള്ളൊരു എളുപ്പമാർഗ്ഗമാണത്. നമ്മളത് വീണ്ടും മുന്നോട്ട് ഉള്ള ഹരിപ്പാട്ടിലേക്കുള്ള മുന്നോട്ടുള്ള യാത്രയാണ്. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഒരു ഭംഗിയാണിത് കാണാൻ വേണ്ടി. വേറെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഒരു പാലം കയറി ഇറങ്ങി നല്ല ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന നല്ലൊരു വ്യൂ ആണ്. തെളിച്ചത്തിന് ചെറിയൊരു ഇതുണ്ട്, മഴക്കാറുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോയിലൊരു ചെറിയൊരു തെളിച്ചക്കുറവുണ്ട്. ഇവിടെ ഒരു സൈഡിലൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അത് ആ റോഡ് വഴി അങ്ങോട്ട് നേരെ ചെല്ലുമ്പോഴാണ് ആ ക്രിസ്ത്യൻ പള്ളി കാണുന്നത്. ഇപ്പം നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊരു കള്ള് ഷാപ്പുണ്ട്. റോഡിനോട് തന്നെയാണ് ആ കള്ള് ഷാപ്പ് ഇരിക്കുന്നത്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി തോട്ടകം പാലം കയറാൻ വേണ്ടി പോവുകയാണ്. തോട്ടകം പാലം കയറി ഇവിടെ രണ്ട് സൈഡിലും വീതി കുറവാണ് ഈ റോഡിന്. അപ്പോൾ ഇതിൻ്റെ റോഡിന് വീതി കൂട്ടാനുള്ള പ്രാരംഭിക നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റോഡാണ് വരുന്നത് വീണ്ടും. അപ്പോൾ അന്നേരം നമുക്കിവിടെ നല്ല വീതിയൊക്കെ ഉണ്ടാകും. ഈ മരങ്ങളൊക്കെ മിക്കവാറും വെട്ടി കളഞ്ഞ് ഇവിടുത്തെ തണൽ പോവും. വികസനങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ റോഡിൻ്റെ വശം നിന്ന് ഈ മരങ്ങളെല്ലാം വെട്ടി മാറ്റി അതിൻ്റെ ആ ഭംഗി പോകും. ഇപ്പം കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം റോഡിൻ്റെ രണ്ട് സൈഡുകളിലും മരങ്ങളൊക്കെ നല്ല തണലും ബൈക്ക് യാത്രക്കാർക്കൊക്കെ പ്രയോജനമാണത്. അല്ലെങ്കിൽ ഈ വെയിലത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പം മുന്നോട്ട് പോയി ഇച്ചിരി ചെല്ലുമ്പോൾ ഇതവിടെയാണത് ഹെറിറ്റേജ് പ്ലാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലും ബാറും ഒക്കെ കൂടി ഉള്ളതാണ് ഇവിടെ. അതിൻ്റെ തന്നെ കൺവെൻഷൻ സെൻറ്ററാണ് അപ്പുറത്തെ സൈഡിൽ. അവിടെ കല്യാണങ്ങളും അതും ഒക്കെ നടത്താൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് ഹെറിറ്റേജ് കൺവെൻഷൻ സെൻറ്റർ. നമ്മളങ്ങനെ മുന്നോട്ട് തന്നെയുള്ള യാത്രയാണ്. നമ്മുടെ ഹരിപ്പാട്ടിലേക്കുള്ള യാത്രയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഈ റൂട്ടുകളിൽ പോകുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടി. രണ്ട് സൈഡുകളിൽ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഭംഗിയാണ് ഇവിടെ. അതിൽ ഈ റോഡ് വികസനം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം പോകും. അന്നേരം നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല. വികസനം വരുമ്പോഴത്തേക്ക് ഈ രണ്ട് സൈഡുകളിലെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി അതിൻ്റേതായ ഒരു ആവശ്യങ്ങൾക്കൊക്കെ എടുക്കേണ്ടി വരും. വികസനം വരുമ്പോഴത്തേക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മളിങ്ങനെ മുന്നോട്ട് തന്നെയുള്ള ഹരിപ്പാട്ടിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇതാണ് വളഞ്ഞമ്പലം. വളഞ്ഞമ്പലം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ വളഞ്ഞമ്പലമല്ല, നമുക്കിവിടെ ഒരു വളഞ്ഞമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് വളഞ്ഞമ്പലം.
അവിടെ നിന്ന് നമ്മൾ വളഞ്ഞമ്പലത്തിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ജംഗ്ഷൻ്റെ പേരാണ് വിയറ്റ്നാം. ഇവിടുന്ന് അങ്ങോട്ടുള്ളിലേക്ക് പോകുന്നത് വിയറ്റ്നാം ജംഗ്ഷൻ. മാരാമ്പേട് പാലം, പുത്തൻപാലം കയറി നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. പുത്തൻപാലം. പുത്തൻപാലമാണോ മാരാമ്പേടാണോ എന്നൊരു രണ്ടും പുത്തൻപാലമാണ്. ഇവിടെ ഈ റൂട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും തന്നെ ഭയങ്കരമായിട്ടുള്ള വളവുകളും ആണ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിച്ചോടിക്കണം. പിന്നെ വീതി കുറവ്, വളവും തിരിവും ഉള്ളതുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഓടുന്ന റൂട്ടാണിത്. ടിപ്പറാണെങ്കിലും കാറും ബൈക്കും ഓട്ടോറിക്ഷയും ബസ്സും എല്ലാം വരുന്നൊരു റൂട്ടാണ്. വളരെ ശ്രദ്ധിച്ച് വേണം നമുക്കിതിലേ കൂടി പോകാൻ വേണ്ടി. കുറച്ച് ഓടി കഴിയുമ്പോൾ നേരെ സ്ട്രെയിറ്റ് റോഡ് കഴിഞ്ഞും പിന്നെ കുറച്ച് വളവ്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. വളരെ പതുക്കെ പോവുക. നമ്മൾ സൂക്ഷിച്ച് ഓടിക്കണം. ഇല്ലെങ്കിൽ വീതിയൊന്നുമില്ലാത്തതുകൊണ്ട് വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അതുകൊണ്ട് ഓടിക്കുന്നവരെല്ലാവരും സൂക്ഷിച്ച് ഓടിച്ച് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പം നമ്മൾ അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെല്ലുന്നത് തോട്ടകമാണ്. തോട്ടകം എത്തി അവിടുന്ന് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തോട്ടകം NSS മഹാദേവ ക്ഷേത്രം. ഇവിടെ ഈ റൂട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തടുത്തായിട്ട് കുറേ അമ്പലങ്ങളുണ്ട്. 1 കിലോമീറ്ററിനിടയ്ക്ക് തന്നെ ഒരു 3-4 അമ്പലങ്ങളുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതും ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ 3-4 ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ നമ്മളിതാ മുന്നോട്ട് തന്നെ പോവുകയാണ്. EBS ബസ്സാണ് പോയത്. ഇവിടെ ഈ സൈഡിൽ തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടുന്ന് വീണ്ടും ഒരു യാത്ര മുന്നോട്ട് തന്നെ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കയറി ഈ സ്ഥലത്തിൻ്റെ പേര് ഉല്ലല എന്നുള്ള സ്ഥലമാണ്. ഉല്ലലക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ അമ്പലമാണ് ഉല്ലല ഓംകാരീശ്വരം ക്ഷേത്രം. നമ്മൾ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ വലത്ത് സൈഡിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഇതാണ് അമ്പലം. ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ണാടി പ്രതിഷ്ഠയാണ്. അവിടെ നിന്ന് നമ്മൾ ഉല്ലല പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. ആ പാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന നല്ല പച്ചപ്പോടുകൂടി വൃക്ഷങ്ങൾ നിൽക്കുന്നതാണ്. നല്ല തണൽ വിരിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളാണത്. അപ്പോൾ നമ്മൾ ഉല്ലല പാലം കയറി ഇറങ്ങി മുന്നോട്ട് തന്നെയുള്ള യാത്രയിലാണ്. നമ്മളങ്ങനെ മുന്നോട്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ ഹെൽത്ത് സെൻ്ററാണ്. അവിടുന്ന് ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അതുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിന് പേരാണ് ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത്. അവിടുന്ന് ഹെൽത്ത് സെൻ്റർ
ഇപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയി കഴിക്കുന്നത് മാധവൻ ഇവിടെ പുറകിരിപ്പുണ്ട്. മാധവനൊക്കെ ഇന്നലെ കിടന്ന് ഉറക്കം വരുന്നു. രാവിലെ വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലത്തെത്തിയിട്ടില്ല. നമുക്ക് അവിടുന്ന് ഒരു കറക്റ്റ് അറിയാൻ പാടില്ല, എന്നാലൊരു 40 കിലോമീറ്ററോളം ഇതുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ശിവക്ഷേത്രമാണത്. നമ്മളിപ്പോൾ ആ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് പിള്ളേരൊക്കെ രാവിലെ കിടന്ന് എഴുന്നേറ്റ് കൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പതുക്കെ അങ്ങോട്ട് യാത്രയിലാണ്. വളരെ പതുക്കെയാണ് പോകുന്നത്. നമുക്ക് സമയമുള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് അവിടെ ചെന്ന് നമുക്ക് പതുക്കെ പോയാൽ മതിയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ പതുക്കെയാണ് പോണത്. അപ്പോൾ ആ പതുക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. വെറുതെ നമ്മളെന്തിനാ ഒരുപാട് സ്പീഡുകളിലൊന്നും വണ്ടി ഓടിച്ചു പോകേണ്ട കാര്യമില്ല നമുക്ക്. ഇതാണ് കല്ലറയ്ക്ക് പോകുന്ന സ്ഥലം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും കല്ലറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ഉള്ള എളുപ്പവഴിയല്ല. നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നവർ കൂടുതലും ഈ റോഡാണ് ആശ്രയിക്കുന്നത്. കുമരകം വഴി പോകുന്നതിനേക്കാളും കൂടുതലും ആൾക്കാർ അതിലെയാണ് പോകുന്നത്. അതിലേ പോയി കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ പാടശേഖരമാണ്. പാടശേഖരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ആ റൂട്ടിൽ പോകാം. അധികം തിരക്ക് കുറവാണ്, എന്നാലും നമുക്ക് എല്ലാ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് പോകാൻ പറ്റുന്നതുകൊണ്ട് കൂടുതലും ആൾക്കാർ ആ റൂട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഹെൽത്ത് സെൻ്റർ കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ഒരു 1-2 കിലോമീറ്ററുകൾ കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ആ റൂട്ട് മനസ്സിലായല്ലോ. നമുക്കിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര ചെറിയ രീതിയിൽ മഴയൊക്കെ ചാറുന്നുണ്ട്. അന്തരീക്ഷം നല്ല മഴക്കാറോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പം മഴ ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളിൽ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലാണ് മഴ പെയ്യുന്നത്. കുറച്ച് സ്ഥലത്ത് മഴയുണ്ടാകും, കുറച്ച് സ്ഥലത്ത് മഴ ഉണ്ടാവില്ല. അങ്ങനെ ഒരേ ഏരിയ തിരിഞ്ഞാണ് മഴ പെയ്യുന്നത്. അപ്പം നമുക്കതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്കും ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഇപ്പം നമ്മളിതാ അവിടുന്ന് നേരെ പോകുന്നത് കൈപ്പഴമുട്ട് വെച്ചൂര് കൈപ്പഴമുട്ട് ഉള്ള വഴിയാണ് നേരെ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് അംബിക മാർക്കറ്റ് വഴി ആണ് നമ്മളിപ്പോൾ പോകുന്നത്. അംബിക മാർക്കറ്റിൽ നിന്ന് ഇപ്പം നമ്മൾ നേരെ ചെല്ലുന്നതാണ് അംബിക മാർക്കറ്റിലേക്ക്. അപ്പം ഇവിടെയാണ് നമ്മുടെ മോഡേൺ റൈസ് മില്ല്. ഇത് ഗവൺമെൻറ്റിൻ്റെ ആണ്. ഈ കാണുന്നതാണത് ഗവൺമെൻറ്റിൻ്റെ ആണ്. നെല്ലൊക്കെ സംഭരിച്ച് ഇവിടുന്ന് കുത്തി ഒരേ ബ്രാൻഡ് നെയിമൊക്കെ ആക്കിയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്.